ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ വെരി ഫസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം മെയിൻലി ഞാനൊരു കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ള പ്രശ്നം കൊണ്ട് തന്നെ ക്യാമറ ഷെയും കാര്യങ്ങളൊക്കെ കുറച്ച് ലേശം ഉണ്ടെന്ന് വേണേൽ പറയാം. ആൻഡ് സോ അതൊരു മാറ്റിയെടുക്കാനുള്ള ഒരു വെരി ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് കൺസിഡർ ചെയ്തേക്കണം. സോ ബേസിക്കലി ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു ജെന്യുവൻ റിവ്യൂ, റിവ്യൂ മാത്രമല്ല ഫീഡ്ബാക്കും റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ എന്ന് വെച്ചാൽ ഒരു ഫേക്ക് എക്സ്പ്രഷനോ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഫാക്ടർ ആണെങ്കിലും എനിക്കൊരു ജെന്യുവൻ റിയാക്ഷൻ കൊടുക്കണമെന്നുണ്ട്, ഹൗ ഐ ഫീൽ. ആൻഡ് പിന്നെ ഇതിലൂടെ ഞാൻ മൂവി റിയാക്ഷൻ, ട്രെയിലർ റിയാക്ഷൻ, സോങ്സ്, ക്ലിപ്സ് അങ്ങനത്തെ രീതിയിലായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യണം. എനിക്ക് കോൺട്രവേഴ്സി പരമായിട്ട് ചെയ്യണം ഒട്ടും താല്പര്യമില്ല. അത് ചെയ്യാൻ മാക്സിമം ചെയ്യാണ്ടിരിക്കാനേ ഞാൻ നോക്കത്തുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ ലൈക്ക് പിന്നെ മെൻഷൻ ചെയ്തതുപോലെ ഒരു സിനിമയിലും ഇപ്പം ഏതൊരു സിനിമയായിക്കോട്ടെ എല്ലാം നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഫിലിമെല്ലാം എല്ലാം നല്ലതെന്ന് പറയുന്നില്ല. മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡീഗ്രേഡ് ദോസ് ഫിലിംസ്. അവർ കൊടുത്തിരിക്കുന്ന ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെ ടോട്ടലി റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഡി മീൻ ഒരു മൂവീനെയും ഡീഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് യാ സോ എൻ്റെ മാക്സിമം ഫീഡ്ബാക്ക്, ജെന്യൂൻ ഫീഡ്ബാക്ക് ആയിരിക്കും ഞാൻ എന്തായാലും ഉദ്ദേശിക്കണം. സോ ഇന്ന് നമ്മുടെ വെരി ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറേ നാൾക്ക് വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നൊരു പടമാണ്. ഞാൻ ഇതിൻ്റെ തേർഡ് പാർട്ട് പോലും ഇറങ്ങുമെന്ന് കരുതിയത് പോലുമല്ല. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ടൈറ്റിൽ കണ്ടു കാണും. ആട് 3യുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഒരു ദിവസമായി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സോ ഐ ക്യാൻ റിയാക്ട് ഇറ്റ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതൊരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൂവിയാണ്. 3 ഇറങ്ങുമെന്ന് പോലും ഞാൻ കരുതിയില്ല. ആൻഡ് പക്ഷെ നമുക്ക് വേണം, 3 ഇറങ്ങണം എന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ പറയാമല്ലോ, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. ആട് ഷാജി ബാബുൻ്റെ ഒക്കെയാണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഞാൻ പറയേണ്ട കാര്യമില്ല. സോ അത് സെക്കൻഡ് പാർട്ടിൽ എനിക്കൊരു ഇപ്പം ഫസ്റ്റ് പാർട്ട് ഇപ്പം 10/10 ആണെങ്കിൽ എനിക്കൊരു 8.5 ഒക്കെയാണ് സെക്കൻഡ് പാർട്ടിന് കൊടുക്കാൻ പറ്റിയത്. തേർഡ് പാർട്ടും കൂടെ ഇറങ്ങുമെന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ അതിൻ്റെ കുറേ റൂമേഴ്സും കാര്യം, ഞാൻ ഇതൊരു ട്രെയിലർ കണ്ടിട്ടില്ല. സോ ഞാൻ ഇത് കുറേ റൂമേഴ്സ് കേട്ടിട്ടുണ്ട്. എന്താ ഇതൊരു ടൈം ട്രാവൽ മൂവിയാണ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു റൂമേഴ്സ് കേട്ടായിരുന്നു. സോ അത് എത്രത്തോളം ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് ട്രെയിലറിലോട്ട് പോകാം. ഡീലേ അടിപ്പിക്കണം, നമുക്ക് ട്രെയിലറിലോട്ട് പോകാം. ഇത് വന്നിട്ടുള്ളത് അങ്ങനെയാ കാരണവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി. ഇത് മെയിൻലി ഒരു വലിയ പാസ്റ്റിലോട്ടുള്ള ഒരു ഫിലിമിലോട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നതാണ്. ഒത്തിരി നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടം ആ രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ടോ, കപ്പലിന്റെ രീതിയിൽ കാണിച്ച് നോക്കാം നമുക്ക്. മൈസൂര് ബേസ് ചെയ്തിട്ട് എന്തോ ആണ്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. എടേ, ഇത് ആട് 3 തന്നെ അല്ലേ? ഇത് എന്തെടുത്ത് വെച്ചേക്കണ? ഈ പുഴയ്ക്ക് കുറുകിൽ ഞാൻ നോക്കട്ടെ, ഇത് ആട് 3 തന്നെ അല്ലേ? ഇത് ട്രെയിലറിലുള്ള മാർക്ക് നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. മതിയോ? അത് മതി. ഇനി ഇത് പിടി. ഇവിടെ സീസാണ്.
പാലം പൊളിച്ചിട്ടാണോടാ നീ കാശുകാരനാകുന്നത്? പാഷാൻ ആളുകൾ വിളിക്കും. ഹൈ റേഞ്ചിന്റെ സേവിയർ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട തനിക്ക് എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, സാത്താ സേവിയറിൽ ഓവറാക്കി പോയോ? പണ്ട് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, പുള്ളിയുടെ ഒരു ഓറയുണ്ട് നമുക്ക് പുള്ളിക്ക്. അത് സമാഗതമാകും. എന്താണ് ചില എനിക്ക് ഫുൾ താടിനെക്കാട്ടും ഇഷ്ടം ഓഫ് കോഴ്സ് എനിക്ക് ഇവരുടെ ആ ഒരു മിക്സ് കണ്ടോ, എല്ലാവരുടെയും നമ്മുടെ ആടിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ബീജമാണ്. ഓരോ ക്യാരക്ടറിന്റെ ഓരോ ബീജുണ്ട്, അതെല്ലാം അവര് മിക്സ് ചെയ്തിരിക്കുന്ന ഈ ട്രെയിലർ നല്ല സിംഗായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. ഹെവി. No sentiment, no compromise. വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 അപ്പൊ പാർട്ട് 2 ഓൾറെഡി. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത് എന്താ? ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനിയുണ്ടോ? എനിവേ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ബേസിക്കലി ഇതൊരു, ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് ആടിന്റെ ഫിലിം തന്നെ അല്ലേ എന്നുള്ള രീതി. ബിക്കോസ് ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടം ഉള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നിയത്. മറ്റേ യുദ്ധക്കളവും കാര്യങ്ങളൊക്കെ, മറ്റേ രാജാക്കന്മാരുടെ സെറ്റപ്പ്. ആൻഡ് അതിൽ നിന്നൊരു ട്രാൻസിഷൻ ആണ് നമ്മുടെ ആടിന്റെ. പക്ഷെ അത് എനിക്കൊരു ഇത് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. ബിക്കോസ് ഇങ്ങനത്തെ ഓരോ ട്രെയിലേഴ്സ് നേരത്തെ കണ്ടിട്ടുള്ള എല്ലാം ഒരുമാതിരി ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കണം. ലൈക്ക് ഇങ്ങനത്തെ ഒരു ആള് പണ്ട് ജീവിച്ചിരിപ്പുണ്ട് കാര്യങ്ങൾ. പക്ഷെ അതൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എന്നുള്ളത്. പക്ഷെ ഇതൊരു ട്രെയിലർ കണ്ടിട്ട് ഒരു ഹാഫ് സംഭവം തന്നെ ലൈക്ക് ഒരു പഴയ കാലഘട്ടം രീതിയിലുള്ളതായിട്ടാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ശരിയാണ്, ഞാൻ ആദ്യം പറഞ്ഞു ലൈക്ക് സാദാ സേവിയറിന്റെ ഒരു ഇതൊക്കെ പോയോ എന്നുള്ള ഒരു ലൈക്ക് നല്ല രീതിയിലുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ സെക്കൻഡ് ആ ഒരു രീതിയിൽ സെക്കൻഡ് പാർട്ടിലോട്ട് വന്നപ്പോൾ പുള്ളിയുടെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ ബീജും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീജും അതൊരു എന്തായിരുന്നു ഈ ഒരു ഏറ. എന്തായാലും നമ്മുടെ ഒരു 90s 80s 90s 2K അവർക്കൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അറിയാലോ ലൈക്ക് ആ ഒരു ബീജംസ് എവർഗ്രീൻ വേണേ പറയാം. ഓഫ് കോഴ്സ് ഷാജി പാപ്പന്റെ എൻട്രി ഞാൻ പറയാൻ വന്നതാണ്. ലൈക്ക് എനിക്ക് പുള്ളിയുടെ ജയസൂര്യയുടെ താടീനെക്കാട്ടും ലൈക്ക് ഫുള്ളി താടീനെക്കാട്ടും ആ പുള്ളിയുടെ പാപ്പന്റെ താടി, ആ സംഭവം ബിയേഡ്, അതൊരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. സോ എനിക്ക് ഇതൊക്കെയാണ് തോന്നുന്നത്. ബട്ട് ഇത് എത്രത്തോളം എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ലൈക്ക് ഈ ഒരു പാസ്റ്റ് ടൈമും ഇപ്പോഴത്തെ ഈ പാപ്പൻ്റെ ഉള്ള ടൈമും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ള ഒരു എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. ബട്ട് വർക്കൗട്ടാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോജിക്കലി ഈ പടം ഫസ്റ്റ് ആയിക്കോട്ടെ, ആടിൻ്റെ ഫസ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, എന്ത് വന്നാലും അവിടെ ലോജിക്കലിൽ ഒരു കാര്യമില്ല. ലോജിക്കലില്ലാണ്ട് ഫുള്ളി ഒരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യം. സോ
ഇനി ആരെങ്കിലും പോയിട്ട് പിന്നെയും റിലീസ് ആകുമ്പോൾ എല്ലാവരും ഇതിന് ഒരു പടത്തിന് ലോജിക്ക് ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ടോട്ടലി ഒരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. അത് അതിൻ്റെ രീതിക്ക് തന്നെ കാണുക. പിന്നെ യാ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇത് മാർച്ച് 19-നാണ് ഇറങ്ങുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മുടെ ടോക്സിക്കും ദുരന്തർ 2-ൻ്റെയും ഒപ്പം തന്നെയാണ്. ബട്ട് എന്തായാലും നമ്മുടെ മലയാളം പടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ടോക്സിക് എനിക്ക് കാണുന്നുണ്ട്. ദുരന്തർ 2 ഞാൻ നോക്കട്ടെ. എന്തായാലും ആടുതറിയും ടോക്സിക്കും ഞാൻ മാക്സിമം അതിൻ്റെ മൂവി ഫീഡ്ബാക്ക് ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് യാ സോ ഇത്രയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഫസ്റ്റ് വീഡിയോ ഉണ്ടായതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ മൂവി ട്രെയിലേഴ്സിൻ്റെ റിയാക്ഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ബൈ.